എല്ലാവർക്കും റിംസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിലെ ലീനിയർ ഓൾജിബ്രയിലെ തേർഡ് ക്ലാസ് ആണ്. ഇന്ന് വെക്ടർ സ്പേസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, the set V equal to set of all xy belongs to R2 such that xy greater than or equal to 0. ഇത് ഒരു വെക്ടർ സ്പേസ് ആണോ അല്ലെങ്കിൽ വെക്ടർ സ്പേസ് അല്ല, അതിൻ്റെ കാരണം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ ഈ വി എന്ന് പറയുന്ന സെറ്റിലെ രണ്ട് എലമെന്റ്സ് എടുക്കുകയാണ്. ഓക്കെ, ആൽഫ 1 എന്ന് പറയുന്നത് എന്തെടുത്തു? ആൽഫ 1 ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ x1, y1 സച്ച് ദാറ്റ് എന്താണ് x1 ഇൻറ്റു y1 ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 0 അല്ലേ? നമ്മുടെ സെറ്റിലെ എലമെന്റ്സിന്റെ ഫോം എന്തായിരിക്കണം? ഫസ്റ്റ് കോർഡിനേറ്റ് ഇൻറ്റു സെക്കൻഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 0 ആയിരിക്കണം. സിമിലർലി ഞാൻ ആൽഫ 2 എന്നും പറഞ്ഞ് അടുത്ത എലമെന്റ് എടുത്തു. അതേതാണ്? സെറ്റ് ഓഫ് ഓൾ x2, y2 സച്ച് ദാറ്റ് എന്തുവരും? x2 ഇൻറ്റു y2 ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 0 എന്ന് വന്നു. ഇനി നമുക്ക് വെക്ടർ സ്പേസ് ആണെങ്കിൽ ഏതൊക്കെ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം? വെക്ടർ അഡീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ദെൻ നമ്മളത് കൂടാണ്ട് കുറച്ച് പ്രോപ്പർട്ടീസും കൊണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് നമുക്ക് വെക്ടർ അഡീഷൻ നോക്കാം. ദാറ്റ് ഈസ് ആൽഫ 1 പ്ലസ് ആൽഫ 2 എന്താ വരുന്നത് നോക്കാം. ആൽഫ 1 പ്ലസ് ആൽഫ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ x1 പ്ലസ് x2, y1 പ്ലസ് y2 അല്ലേ? x1 രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താണ്? എക്സ് കോർഡിനേറ്റ് തമ്മിൽ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് x1 പ്ലസ് x2, y1 പ്ലസ് y2. ഇനി നമുക്ക് എന്താണ് കിട്ടേണ്ടത്? ഫസ്റ്റ് കോർഡിനേറ്റ് ഇൻറ്റു സെക്കൻഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 0 ആയിരിക്കണം. ഇവിടെ ഫസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? x1 പ്ലസ് x2 ആണ്. സെക്കൻഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? y1 പ്ലസ് y2 ആണ് അല്ലേ? പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് വരും? x1 y1 അല്ലെ? x1 y1 പ്ലസ് x1 y2 പ്ലസ് x2 y1 പ്ലസ് x2 y2 എന്ന് വരും. ഇനി നമുക്ക് എന്തൊക്കെ അറിയാം? x1 y1 ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 0 ആണെന്ന് അറിയാം. അതുപോലെ തന്നെ x2 y2 എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 0 ആണ്. പക്ഷേ ഇതിനെപ്പറ്റി നമുക്ക് ഒന്നും അറിയാമല്ല. അത് ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ എന്നറിയില്ല. സോ ഇതെന്തായിരിക്കില്ല? വെക്ടർ സ്പേസ് ആയിരിക്കില്ല. കാരണം എന്താണ്? വിച്ച് ഈസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ വെക്ടർ അഡീഷൻ ആണ്. സോ ഏതായിരിക്കും കറക്റ്റായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടെ കറക്റ്റായിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഇൻ R2. അപ്പോൾ നമുക്ക് ഏതൊരു പ്രോബ്ലം R2 അല്ലെങ്കിൽ R3 ഒക്കെ തരുവാണെങ്കിൽ എന്താണ്? R2 രണ്ട് വെക്ടറുകൾ തന്നിട്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഡിറ്റർമിനൻറ്റ് മെട്രിക്സ് ആയിട്ട് എഴുതുക. ഡിറ്റർമിനൻറ്റ് 0 ആണെങ്കിൽ അതെന്തായിരിക്കും? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഡിറ്റർമിനൻറ്റ് നോൺ 0 ആണെങ്കിൽ എന്തായിരിക്കും? അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇനി R3 ആണ് തരുന്നതെങ്കിലോ? R3 3 എലമെൻ്റ് ആണ് തരുന്നതെങ്കിൽ എങ്ങനെ ചെക്ക് ചെയ്യാം നമുക്ക്? ആ 3 എലമെൻറ്റിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആണെങ്കിൽ അതെന്തായിരിക്കും? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഡിറ്റർമിനൻറ്റ് നോൺ 0 ആണെങ്കിൽ അതെന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. നമുക്ക് R2 എലമെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. അതിനെ ഡയറക്റ്റ് ഞാൻ റോ ആയിട്ട് എഴുതി. 1 മൈനസ് 1, അടുത്ത ഏതാണ്? -2 2. സോ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എന്ത് വരും? 1 ഇൻറ്റു 2 അല്ലേ? 1 ഇൻറ്റു 2 മൈനസ് 2 ഇൻറ്റു -1. സോ ഇതെത്ര കിട്ടും? 2. ഇതെത്ര വരും? -2 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്തായിരിക്കില്ല? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കില്ല. ഇനി നമുക്ക് ഓപ്ഷൻ ബി നോക്കാം. ഓപ്ഷൻ ബിയിൽ ഏതൊക്കെയാണ്? 1 മൈനസ് 1, 3 മൈനസ് 1 അല്ലേ? സോ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ത് വരും നോക്കി? 1 ഇൻറ്റു -1 എത്ര വരും? 1 ഇൻറ്റു -1 ദാറ്റ് ഈസ് -1 മൈനസ് 3 ഇൻറ്റു -1 എത്ര വരും? -3 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര എന്ന് വരും? -1 പ്ലസ് 3 ദാറ്റ് ഈസ് 2 എന്ന് കിട്ടും. സോ നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇനി ഓപ്ഷൻ സി നോക്കാം നമുക്ക്. ഓപ്ഷൻ സിയിൽ ഏതാണ്? 1 2 2 4 എന്നാണ് വരുന്നത് അല്ലേ? സോ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? 1 ഇൻറ്റു 4 ദാറ്റ് ഈസ് 4 മൈനസ് 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് അഗെയിൻ 4, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. അതുകൊണ്ട് അതെന്തായിരിക്കും? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഇനി ഓപ്ഷൻ ഡി നോക്കി. 3 1 -3 -1 ഡിറ്റർമിനൻ്റ് എന്ത് വരും? 3 ഇൻറ്റു -1 ദാറ്റ് ഈസ് -3 -3 ഇൻറ്റു 1 എത്ര കിട്ടും? -3 എന്ന് വരും. ദാറ്റ് ഈസ് -3 പ്ലസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? 0 എന്ന് കിട്ടും. സോ ഓപ്ഷൻ എയും സിയും ഡിയും ഡിറ്റർമിനൻ്റ് നമുക്ക് എത്രയാണ് കിട്ടിയത്? 0 എന്നാണ് കിട്ടിയത്. അതുകൊണ്ട് ആ 3 ഓപ്ഷൻസ് എന്തായിരിക്കും? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. നമ്മളോട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻ ദ സ്പാൻ ഓഫ് 1 2 1, 1 3 1 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം
ഇതിൽ ഏത് എലമെന്റ് ആണ് സ്പാൻ ഓഫ് 121, 131 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? 234 എന്ന് പറയുന്നത് സ്പാൻ ഓഫ് 121, 131 ഉണ്ടെങ്കിൽ എന്തായിരിക്കും? 234നെ നമുക്ക് ഈ രണ്ട് എലമെന്റിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. അതിനുവേണ്ടി ഞാൻ ഓപ്ഷൻ എ ചെക്ക് ചെയ്യുവാണ്. സപ്പോസ് 234 എന്ന് പറയുന്നത് സ്പാൻ ഓഫ് ദീസ് ടു എലമെന്റ്സിൽ ഉണ്ടെങ്കിൽ നമുക്ക് 234നെ എങ്ങനെ എഴുതാൻ പറ്റും? എ ഇൻറ്റു 1 2 1 പ്ലസ് ബി ഇൻറ്റു 1 3 1 എന്ന് എഴുതാം. ഓക്കെ, സോ എങ്ങനെ വരും? ഇത് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എ കോമ 2a കോമ എ പ്ലസ് അടുത്തത് എന്ത് വരും? ബി കോമ 3b കോമ ബി എന്ന് വരും അല്ലേ? സോ കോർഡിനേറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ നമുക്ക്. അപ്പോൾ എങ്ങനെ വരും? എ പ്ലസ് ബി, അടുത്തത് എന്ത് വരും? 2a പ്ലസ് 3b, എത്ര വരും? 5b എന്ന് വരും. സോറി, 2a പ്ലസ് 3b, ദാറ്റ് ഈസ് 2a പ്ലസ് 3b എന്ന് വരും. അടുത്തത് എന്താണ്? എ പ്ലസ് ബി എന്ന് വരും. ഓക്കെ, സോ നമുക്ക് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? എ പ്ലസ് ബി 2a പ്ലസ് 3b എ പ്ലസ് ബി എന്ന് കിട്ടി. വിച്ച് ഈസ് ഇക്വൽ ടു എങ്ങനെയാണ് വന്നിരിക്കുന്നത്? 2 3 4 എന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ ഫസ്റ്റ് കോർഡിനേറ്റും ലാസ്റ്റ് കോർഡിനേറ്റും എന്താണ്? എ പ്ലസ് ബി ആണ്. സോ ഉറപ്പായിട്ടും എന്തായിരിക്കും? ഇത് ഈക്വൽ ആയിട്ട് വരണമെങ്കിൽ എന്തായിരിക്കണം? ഫസ്റ്റ് കോർഡിനേറ്റും ലാസ്റ്റ് കോർഡിനേറ്റും സെയിം ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണോ അതേ വരാൻ സാധ്യതയുള്ളൂ. സോ ഓപ്ഷൻ എയിൽ എന്താണ്? ഫസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 2 ആണ്, ലാസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 4 ആണ്. അതുകൊണ്ട് ഓപ്ഷൻ എ വരത്തില്ല. ഓപ്ഷൻ ബി നോക്കി, ഫസ്റ്റ് കോർഡിനേറ്റ് 2 ആണ്, ലാസ്റ്റ് കോർഡിനേറ്റ് 1 ആണ്. സോ ഓപ്ഷൻ ബിയും വരത്തില്ല. ഓപ്ഷൻ സിയിൽ ഫസ്റ്റും ലാസ്റ്റും സെയിം ആണ്. സോ അതവിടെ നിൽക്കട്ടെ. ഓപ്ഷൻ ഡിയിൽ ഏതാണ്? ഫസ്റ്റ് എന്ന് പറയുന്നത് 3 ആണ്, ലാസ്റ്റ് എന്ന് പറയുന്നത് 4 ആണ്. അതും സെയിം അല്ല. സോ ഓപ്ഷൻ ഡിയും തെറ്റാണ്. ഇനി ഓപ്ഷൻ സി ശരിയാണെന്ന് നമുക്ക് വെരിഫൈ ചെയ്യാം. അതായത് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് 3 എന്ന് പറയണത് ഈക്വൽ ടു എന്താണ്? ഈ കോമ്പിനേഷൻ ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് എ പ്ലസ് ബി 2a പ്ലസ് 3b ദെൻ എ പ്ലസ് ബി. അങ്ങനെയാണെങ്കിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? എ പ്ലസ് ബി ഈക്വൽ ടു 3, അടുത്ത എന്താണ്? 2a പ്ലസ് 3b ഈക്വൽ ടു 3 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷനെ ത്രൂ ഔട്ട് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെയാകും? 2a പ്ലസ് 2b ഈക്വൽ ടു 6 എന്ന് വരും. സെക്കൻഡ് ഇക്വേഷൻ ഞാൻ അതുപോലെ തന്നെ എഴുതി. ദാറ്റ് ഈസ് 2a പ്ലസ് 3b ഈക്വൽ ടു 3 എന്ന് എഴുതി. ഓക്കെ, ഇനി രണ്ടും കൂടി സബ്സ്ട്രാക്ട് ചെയ്തു. സോ എന്ത് വരും? 2a മൈനസ് 2a 0 ആയി. 2b മൈനസ് 3b എത്ര വരും? മൈനസ് b വരും. വിച്ച് ഈസ് ഈക്വൽ ടു 6 മൈനസ് 3 എത്ര വരും? 3 എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് b ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? മൈനസ് 3 എന്ന് കിട്ടും. ഇനി ഇത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? എ പ്ലസ് ബി എത്രയാണ് കിട്ടിയിരിക്കുന്നത്? മൈനസ് 3 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. ദാറ്റ് ഈസ് എ ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? നമുക്ക് 6 എന്ന് കിട്ടും. സോ എ ഈക്വൽ ടു 6ഉം ബി ഈക്വൽ ടു മൈനസ് 3യും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? 3 3 3 എന്നും പറഞ്ഞ് കിട്ടും. സോ എന്തായിരിക്കും? ഓപ്ഷൻ സി എന്ന് പറയണത് എവിടെയുണ്ട്? സ്പാൻ ഓഫ് 121, 131 അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്തത്? സപ്പോസ് ഏതെങ്കിലും ഒരു എലമെന്റ് ഈ സ്പാനിങ് സെറ്റിൽ ഉണ്ടെങ്കിൽ എന്താണ് അർത്ഥം? ആ എലമെന്റിനെ നമുക്ക് ഈ രണ്ട് എലമെന്റിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് എ ഇൻറ്റു 121 പ്ലസ് ബി ഇൻറ്റു 131 എന്ന്. അത് നമ്മൾ അകത്തേക്ക് എടുത്ത് എഴുതിയപ്പോൾ നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? എ പ്ലസ് ബി കോമ 2a പ്ലസ് 3b കോമ എ പ്ലസ് ബി എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഫസ്റ്റ് എലമെന്റും ലാസ്റ്റ് എലമെന്റും സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ? രണ്ടും എ പ്ലസ് ബി ആണ്. സോ അത് രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ അങ്ങനെ സെയിം ആയിട്ട് വരുന്ന ഓപ്ഷൻസ് മാത്രമേ ഇതിനകത്ത് വരത്തുള്ളൂ, ഇതിനകത്ത് വരത്തുള്ളൂ. അങ്ങനെയുള്ളത് ഓരോ ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ ഓപ്ഷൻ കറക്റ്റ് ആണെന്ന് പറയാം. ബാക്കി ഓപ്ഷൻ നമുക്ക് അപ്പോൾ തന്നെ എലിമിനേറ്റ് ചെയ്യാം. സോ ഇവിടെ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദ ഡയമെൻഷൻ ഓഫ് ദ സബ്സ്പേസ്. നമുക്ക് R5ന്റെ ഒരു സബ്സ്പേസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഡയമെൻഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഡയമെൻഷനിലെ കണ്ടീഷൻ എന്താണ് തന്നിരിക്കുന്നത്? 3x1 മൈനസ് x2 പ്ലസ് x3 ഈക്വൽ ടു 0 എന്നാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? 3x1 മൈനസ് x2 പ്ലസ് x3 ഈക്വൽ ടു 0. ഓർ ഇതിൽ നിന്ന് ഞാൻ x2 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ എങ്ങനെ വരും? x2 അതിന് പകരം ലെഫ്റ്റ് സൈഡിൽ എഴുതി. x2 ഈക്വൽ ടു എങ്ങനെ വരും? x2 ഈക്വൽ ടു 3x1 പ്ലസ് x3 എന്ന് വരും. അതായത് നമുക്ക് x2നെ എങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും? x2 ഈക്വൽ ടു 3x1 പ്ലസ് x3 എന്നും പറഞ്ഞ് റീപ്ലേസ് ചെയ്യാം. സോ ഈ സെറ്റ് ഏതായിരുന്നു? സെറ്റ് ഓഫ് ഓൾ x1 x2 x3 x4 x5 ആയിരുന്നു. അതിൽ എങ്ങനെ എഴുതാൻ പറ്റും? x1 x2ന് പകരം എങ്ങനെ എഴുതാം? നമുക്ക് 3x1 പ്ലസ് x3 എന്ന് എഴുതാം. x3 അതുപോലെ തന്നെ എഴുതാം. x4 x5 എന്ന് എഴുതി. സോ എത്ര ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് ഉണ്ട് ഇവിടെ? x1 ഉണ്ട്, x3 ഉണ്ട്, x4 ഉണ്ട്, x5 ഉണ്ട്. സോ ടോട്ടൽ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഡയമെൻഷൻ എത്രയായിരിക്കും? 4 ആയിരിക്കും. ഇനി ഇതിന്റെ ബേസിസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും?
x1 എല്ലാം സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. x1 3x1 ഇനി x1 ഉണ്ടോ? ഇല്ല. 0 0 0 പ്ലസ് അടുത്തത് x3 എഴുതുക. x3 വെച്ചുള്ള ഏതൊക്കെയുള്ള ഫസ്റ്റ് കോർഡിനേറ്റിനകത്ത് x3 ഇല്ല, സോ 0. സെക്കൻഡിനകത്ത് x3 ഉണ്ടോ? ഉണ്ട്. x3. തേർഡിനകത്ത് x3 ഉണ്ട്. ഫോർത്തിനകത്ത് x3 ഇല്ല. ഫിഫ്ത്തിനകത്തും x3 ഇല്ല. ഓക്കെ. അടുത്തത് x4 വെച്ച് എഴുതുക. x4 എവിടെയുണ്ട്? ഫസ്റ്റ് കോർഡിനേറ്റിൽ x4 ഇല്ല, സെക്കൻഡിലില്ല, തേർഡിലില്ല, ഫോർത്തിലുണ്ട്. സോ ആദ്യത്തെ 3 0 ആയിട്ട് എഴുതുക. ദെൻ x4 0. ലാസ്റ്റ് x5ൻ്റെ എങ്ങനെ വരും? ഫസ്റ്റിലില്ല, സെക്കൻഡിലില്ല, തേർഡിലില്ല, ഫോർത്തിലില്ല, ലാസ്റ്റിൽ മാത്രമേ ഉള്ളൂ. സോ 0 0 0 0 x5 എന്ന് എഴുതാം. സോ എങ്ങനെ നമുക്ക് ബേസിസിനെ എങ്ങനെ കണ്ടുപിടിക്കാം? ഓരോ എലമെന്റ്സ് ഔട്ട് സൈഡ് എടുത്താൽ മതി. സോ ഫസ്റ്റ് നിന്ന് x1 ഔട്ട് സൈഡ് എടുക്കുമ്പോൾ എന്ത് വരും? x1 × 1 3 0 0 0 പ്ലസ് സെക്കൻഡ് വണ്ണിൽ നിന്ന് x3 ഔട്ട് സൈഡ് എടുത്തു. ദാറ്റ് ഈസ് x3 × 0 1 1 0 0. തേർഡിൽ നിന്ന് ഏത് ഔട്ട് സൈഡ് എടുത്തു? x4 ഔട്ട് സൈഡ് എടുത്തു. ദാറ്റ് ഈസ് x4 × 0 0 0 1 0 പ്ലസ് ലാസ്റ്റ് വണ്ണിൽ നിന്ന് x5 ഔട്ട് സൈഡ് എടുത്തു. ദാറ്റ് ഈസ് x5 × 0 0 0 0 1 എന്ന് വന്നു. സോ ബേസിസ് ഏതൊക്കെയാണ്? ഇത് 4 കൂടി ചേരുന്നതായിരിക്കും എന്ത്? ബേസിസ് എന്ന് പറയണത്. സോ എത്ര എലമെന്റ്സ് ഉണ്ട് ബേസിസിൽ? 4 എലമെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഡയമെൻഷൻ എത്രയാണെന്ന് പറയാം? 4 ആണെന്ന് പറയാം. സോ ബേസിസിലെ എലമെന്റ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. നമുക്ക് ബേസിസിലെ എലമെന്റ്സ് ഒന്നുമില്ല, ജസ്റ്റ് ഡയമെൻഷൻ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഏതിനെയാണോ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഇവിടുന്ന് ഏതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റി? x2നെ റീപ്ലേസ് ചെയ്യാൻ പറ്റി. x2ന് പകരം നമ്മൾ ഇങ്ങനെ എഴുതി. സോ ടോട്ടൽ എത്ര ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് ഉണ്ട്? x1 x3 x4 x5 ടോട്ടൽ 4 ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഡയമെൻഷൻ എത്രയായിരിക്കും? ഡയമെൻഷൻ എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സെറ്റ്സ് ഓഫ് ദ വെക്ടർ സ്പേസ് R3 over R ഈസ് എ സബ്സ്പേസ്? ഇതിൽ ഏതാണ് സബ്സ്പേസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ സബ്സ്പേസ് ആകുമോ? ഇല്ല. കാരണം എന്താണ്? അവിടെ 0 എന്ന് പറയുന്ന എലമെന്റ് ഇല്ല, അല്ലേ? നമ്മൾ ഏതൊരു സബ്സ്പേസ് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് എന്ത് കാണണം? 0 കാണണം. ഇത് 0 കാണില്ല. കാരണം ഇതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? എപ്പോഴും തേർഡ് കോർഡിനേറ്റ് x3 എന്ന് പറയുന്നത് ഇതിനകത്ത് എപ്പോഴും എന്തായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ഒരിക്കലും സബ്സ്പേസ് ആകില്ല. ഇനി തേർഡ് 1 നോക്കി, x1 x2 x3 സച്ച് ദാറ്റ് x2 ഗ്രേറ്റർ ദാൻ 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സെക്കൻഡ് കോർഡിനേറ്റ് എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഞാൻ W ഒരു എലമെന്റ് എടുക്കുവാണ്. 1 2 3 എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്തു. നോക്കി, സെക്കൻഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 2 ആണ്. 2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ അത് W ഒരു എലമെന്റ് ആണ്. ഇനി അത് സബ്സ്പേസ് ആകണമെങ്കിൽ എന്തായിരിക്കണം? അഡീഷനും സാറ്റിസ്ഫൈ ചെയ്യണം, മൾട്ടിപ്ലിക്കേഷനും സാറ്റിസ്ഫൈ ചെയ്യണം, അല്ലേ? ഞാൻ ഒരു സ്കെയിലാർ -2 എന്ന് പറയുന്ന സ്കെയിലാർ എടുത്തു. സോ -2 × 1 2 3 എന്ന് പറയുന്നത് എന്ത് വരും നോക്കി? -2 -4 -6 എന്ന് വന്നു. പക്ഷേ ഇവിടെ സെക്കൻഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ 0 ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇവിടെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ W എന്ന് പറയുന്നത് എന്താകില്ല? ഈ സെക്കൻഡ് ഓപ്ഷൻ C എന്ന് പറയുന്നത് എന്താകത്തില്ല? സബ്സ്പേസ് ആകത്തില്ല. സോ ഫസ്റ്റ് 1 സബ്സ്പേസ് ആകില്ല, തേർഡ് 1ഉം സബ്സ്പേസ് ആകില്ല. ഇനി ഓപ്ഷൻ D നോക്കി. ഓപ്ഷൻ ഡിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? x1 x2 x3 സച്ച് ദാറ്റ് x1 + x2 + x3 = 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും ഒരിക്കലും സബ്സ്പേസ് ആകില്ല. കാരണം എന്താണ്? അതിനകത്തും 0 0 0 എന്ന് പറയുന്ന എലമെന്റ് ഇല്ല. കാരണം എന്താണ്? 0 0 0 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടെങ്കിൽ ഏതൊരു സബ്സ്പേസ് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് എന്ത് കാണണം? ഈ ഒരു എലമെന്റ് കാണണം. പക്ഷേ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ? x1 + x2 + x3 എന്ന് പറയുന്നത് 1 ആയിരിക്കണം. നമ്മൾ 0 0 0 എടുത്തു കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടുമോ? ഇല്ല. സോ അങ്ങനെ ഒരു എലമെന്റ് എവിടെ കാണത്തില്ല? W കാണത്തില്ല. സോ ഓപ്ഷൻ ഡിയും തെറ്റാണ്. ഇനി ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? W = set of x1 x2 x3 such that x3 = 0. നമ്മൾ R3യുടെ സബ്സ്പേസസുകൾ കണ്ടതാണ്. ഏത് ഫോമിൽ വരണം? ax + by + cz = 0 എന്ന് പറയണ ഏത് ഫോമിൽ വന്നു കഴിഞ്ഞാലും അതെല്ലാം എന്താണ്? സബ്സ്പേസ് ആണ്. ഇവിടെ ഏതാണ്? തേർഡ് കോർഡിനേറ്റിന്റെ കോഎഫിഷ്യന്റ് 1. അതായത് C എന്ന് പറയണത് 1 ആണ്, B എന്ന് പറയണത് 0 ആണ്, A എന്ന് പറയണത് 0 ആണ്, അല്ലേ? അങ്ങനെയല്ലേ നമുക്ക് സച്ച് ദാറ്റ് x3 = 0, അതായത് z = 0 എന്നുള്ള ഫോമിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം R3യുടെ ഏത് സബ്സ്പേസും ഏത് ഫോമിലായിരിക്കും? ax + by + cz = 0 എന്നുള്ള ഫോമിലായിരിക്കും. ഈ ഒരു ഫോമിൽ വരുന്നത് മാത്രമേ എന്താകത്തുള്ളൂ? സബ്സ്പേസ് ആകത്തുള്ളൂ. സോ ഇവിടെ ഏതായിരിക്കും കറക്റ്റായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ
ഈ ലീനിയർ ഓൾജിബ്രയിലെ സെക്കൻഡ് സെക്ഷൻ, അതായത് വെക്ടർ സ്പേസ് നോക്കുവാണെങ്കിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് സ്പേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും. അപ്പം ഉറപ്പായിട്ടും സബ് സ്പേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രോബ്ലം ആണ് വരുന്നതെങ്കിൽ R3 എടുക്കുവാണെങ്കിൽ അതിൻ്റെ സബ് സ്പേസിൻ്റെ ഫോം എന്തായിരിക്കും? AX + BY + CZ = 0 എന്നുള്ള ഫോമിലായിരിക്കും. ഇനി ഇതല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്നുള്ളത്. അതിൻ്റെ നമ്മളൊരു പ്രോബ്ലം കണ്ടതാണ്. അതുപോലെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം. ഇതായിരിക്കും ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ള പ്രോബ്ലം വെക്ടർ സ്പേസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഓരോ സെക്ഷനിലെയും വരാൻ സാധ്യതയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് അപ്ലോഡ് ചെയ്യാം. അപ്പം ഓരോ സെക്ഷൻ വൈസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകാം. ഓക്കെ, താങ്ക് യു.